LDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ കാണുന്ന മുഖം സ്ഥാനാർത്ഥിയുടേതല്ല, മറിച്ച് മദനിയുടെ മുഖമാണ്. അപ്പോൾ ഇതിൽ പുതുമയൊന്നും എന്തായാലും കേരളത്തിന് തോന്നാൻ സാധ്യതയില്ല. പക്ഷേ അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് NDAക്കെതിരെ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യമാണ്. ഈ ഇന്ത്യ സഖ്യത്തിൽ കടന്നു കയറിയിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ പ്രാമുഖ്യം എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെ കേരളം എങ്ങനെ മറികടക്കും? കേരളം മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാമിക ശക്തികളുടെ സ്വാധീനം ഇന്ത്യ സഖ്യത്തിൽ, ഇവിടെ പ്രത്യക്ഷത്തിൽ 2 മുന്നണി, പക്ഷേ ഇന്ത്യ സഖ്യം എന്ന് പറയാം. അപ്പോൾ ഇതിൽ അവർക്കുള്ള സ്വാധീനം കൊണ്ട് വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് ഹിന്ദു വോട്ടേഴ്സ് തിരിച്ചറിയണം. അത് പലതരത്തിലാവാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞായിട്ട് കണ്ടു, ഗുരുവായൂർ ക്ഷേത്രം അതിൽ മുസ്ലിങ്ങളൊക്കെ അതിൻ്റെ ഭരണ ബോർഡിലോ സമിതിയിലോ വരണ്ടാണെന്ന്. അപ്പോൾ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്നിടത്ത് പോലും ക്ഷേത്ര ആരാധനയോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയോ എതിർക്കുന്ന ശക്തികൾക്ക് വരണമെന്ന് വാദിക്കുന്ന ഒരു കാലമാണ്. അതൊരു വശമാണ്. രണ്ടാമത് രാഷ്ട്രവിദ്രോഹ ശക്തികൾക്ക് ചൂട്ടുപിടിക്കുന്നവരാണ് ഇവർ. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് അവർ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നു, മതാധിഷ്ഠിത രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും അവർ പിന്നോട്ട് പോയിട്ടില്ല. VD സതീശനെ ഇടയ്ക്ക് പറഞ്ഞാൽ അവർ പഴയതൊക്കെ ഉപയോഗിച്ചു, പക്ഷേ പിറ്റേ ദിവസം അവരുടെ നേതാവ് പറഞ്ഞ ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു പോരാട്ടമുണ്ടല്ലോ, അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. സതീശൻ ഒന്ന് പറയും, ജമാഅത്ത് വേറൊന്ന് പറയും. അതൊരു ഗിമ്മിക്കാണ്, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത്. സതീശൻ പറഞ്ഞതിനൊരു കുറച്ച് പബ്ലിസിറ്റി കൂടുതൽ കിട്ടുമായിരിക്കാം ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറഞ്ഞതിനേക്കാൾ അധികം, കാരണം പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രമാണ്. CPM സംബന്ധിച്ച് അവർക്ക് SCB ആയിട്ട് ചേരാനായിട്ട് അവർക്ക് യാതൊരു മടിയില്ല. അവരെല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ലീഗിന് ആദ്യമായിട്ട് മന്ത്രിയാക്കിയത് അവരല്ലേ, 1967 EMS മന്ത്രിസഭയിൽ. അപ്പോൾ ഈ തരത്തിലുള്ള ഇത് തികച്ചും മതപരമായിട്ട് അതിനെ കാണാതെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഭീഷണിയായിട്ട് മാറുന്നു എന്നുള്ളത് ഹിന്ദു വോട്ടേഴ്സ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹിന്ദുക്കളുടെ പ്രാമുഖ്യം കുറഞ്ഞൊരു കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോയൽറ്റിയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളും തലപൊക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ഇതുവരെ കണ്ട ഭാരതത്തിൻ്റെ ചരിത്രം അതാണ്. ഇപ്പോൾ കാശ്മീർ ഫോർ എക്സാമ്പിൾ. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പഞ്ചാബിൽ സിഖുകൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു കാലത്ത്, പക്ഷേ അവർ പിന്നീട് ഞങ്ങൾ പ്രത്യേക മതം എന്നുള്ള രീതിയിലുള്ളൊരു വികാരം അവർ കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഖാലിസ്ഥാൻ വാദം ഉണ്ടായില്ലേ? അതേപോലെ തന്നെ ബംഗാളിലും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരായുള്ള മുസ്ലിങ്ങളാണ്, അവരുപയോഗിച്ചുകൊണ്ടല്ലേ മമതാ ബാനർജി ഇത്തരത്തിലുള്ള എല്ലാ കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CAA ബില്ലിനെ എതിർക്കുക, അല്ലെങ്കിൽ എന്തിനേയും കയറി എതിർക്കുക. രാജ്യം എന്ത് ആവശ്യപ്പെടുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുക. രാജ്യം അതപ്പതിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവർക്കൊരു കുഴപ്പമില്ല അതപ്പതിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഹിന്ദുക്കൾ തിരിച്ചറിയണം. കാരണം ഇവർ ഇന്ത്യ സഖ്യം അങ്ങനെ തന്നെ പോവുള്ളൂ. കാരണം മഹാഭാരത യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയില്ല, കാരണം ഇസ്ലാം ഉണ്ടായിട്ട് എത്ര വർഷമായെന്നും അറിയില്ല. മഹാഭാരത യുദ്ധത്തിൻ്റെ കണക്ക് ഏതാണെന്ന് അറിയില്ല, കണക്ക് കൃത്യമില്ലായിരിക്കാം. പക്ഷേ 1500 കൊല്ലം അല്ലല്ലോ, അതേത് കണ്ണുകൂട്ടനും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം എന്നിട്ടും ഇതേപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ഈ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് പരിധി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ആപത്താണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ BJPയിലേക്ക് ഇപ്പോൾ ക്രൈസ്തവരായിക്കോട്ടെ, ഇസ്ലാമിക മതവിശ്വാസികളായിക്കോട്ടെ, ഇവരെല്ലാം കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. BJP 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, വാതിലൊരിക്കലും അടച്ചിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇവിടെ ഭാരതത്തിൽ ജനിച്ച ഓരോ വ്യക്തിയും ഹിന്ദു ആണ് എന്നുള്ളതാണ്. അതായത് ആ സനാതന ധർമ്മ വിശ്വാസിയിൽ ആണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു ഏകീകരണം എന്ന് പറയുമ്പോൾ ഇവരെ മാറ്റി നിർത്തുന്നതായിട്ട് ഇവർക്ക് തോന്നില്ലേ? അവരെ മാറ്റി നിർത്തുന്നില്ല. ഇപ്പോൾ BJPയിൽ വരുന്ന ആൾക്കാർ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? അവർ ഭാരതത്തിനെ
സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭാരതമാതാവിനെ അംഗീകരിക്കുന്നു. അവർക്ക് പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാനുള്ള പാർട്ടിയായിട്ടാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അവരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് അവർ പറയുന്നില്ല. അത്തരത്തിലുള്ള ആർക്ക് വേണമെങ്കിലും വരാമല്ലോ. നമ്മളൊരു കണ്ടീഷനല്ലേ പറയുന്നുള്ളൂ. ഭാരതത്തിനെ മാതാവായിട്ട് കണക്കാക്കണം, ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കണം. അതിപ്പോൾ ഭാരതമല്ല, ഏതൊരു രാജ്യമാണെങ്കിലും അവർ പറയുന്ന മദർലാൻഡ് എന്നാണല്ലോ. അതെ, ഈ മദർലാൻഡ് മറ്റു സ്ഥലങ്ങളിൽ മദർലാൻഡ് അല്ല കേട്ടോ, പലപ്പോഴും ഫാദർലാൻഡാണ് അങ്ങനെ പറയാം. അങ്ങനെയാ പറയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ എന്തെങ്കിലും താല്പര്യത്തോടു കൂടി കടന്നു വരികയാണെങ്കിൽ അത് പ്രശ്നമാവില്ലേ? അംഗീകരിക്കാത്തവർ വന്നാൽ പ്രശ്നമാണ്. പക്ഷേ അങ്ങനത്തെ ആൾക്കാർ അധികം നാൾ നിൽക്കില്ല, അവർ പോവും. ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്താ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു സാധനം കുക്ക് ചെയ്തു, അതിൽ ഉപ്പ് ചേർക്കേണ്ടതിൻ്റെ അത്രയല്ലേ നമ്മൾ ചേർക്കുള്ളൂ, അല്ലേ? അതിൽ കഴിഞ്ഞ് ഉപ്പ് തന്നെ ആയി കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചേർക്കേണ്ട അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ കൂടുതൽ അത് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഉപ്പ് കൂടുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സംഘടന കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ധാരണ ഉണ്ടായാൽ പോരെ. അല്ലാതെ ഇവരാരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ ദേശീയതയുടെ മുഖ്യധാരയിൽ അലിഞ്ഞ് ചേരേണ്ടവർ തന്നെയാണ്. ആ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വാശി പിടിക്കുന്നവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് അവരിപ്പോൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെവരെ ചേർക്കാതിരിക്കാൻ BJP ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ BJP മുന്നോട്ട് വരണമെങ്കിൽ ഹിന്ദു ഏകീകരണം നടക്കണം എന്ന് പറയുമ്പോഴും BJPക്ക് വീഴുന്ന കുറച്ച് വോട്ടെങ്കിലും, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാനത് കേരളത്തിൻ്റെ സാഹചര്യത്തിലാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ BJPക്ക് ലഭിക്കുന്ന കുറച്ച് വോട്ടെങ്കിലും പൂർണ്ണമായിട്ടും മതേതര വിശ്വാസികളായിട്ടുള്ള അന്യമതസ്ഥരുടേത് കൂടിയാണല്ലോ. അപ്പോൾ BJP ഒരുപാട്, എനിക്ക് തോന്നുന്നു 5ഓളം ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, 7 ഗോവ ഉൾപ്പെടെ 7 അത്രയും ഭരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ അത് വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും. ഇടതുപക്ഷത്തെ ശരിപക്ഷം എന്നാണ് പലപ്പോഴും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയാണോ എന്നുള്ളത് പറയേണ്ടത് സമൂഹമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് ശരിപക്ഷമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തനിച്ച് മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് ആരുടെയും വോട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? ഇവരാരും വിജയിക്കില്ല. ഇപ്പോൾ ഞാൻ പറയുന്നൊരു പ്രപ്പോസൽ, എല്ലാ രാഷ്ട്രീയ ഇന്ത്യ സഖ്യത്തിൽ പെട്ടാതെ 2 LDF ആൻഡ് UDF, പിന്നെ അതല്ലാത്ത SCPIയും അതുപോലത്തെ വെൽഫെയർ പാർട്ടി ഇതുപോലത്തെ ആൾക്കാർ, ഇതാണല്ലോ നമുക്ക് പറയാവുന്ന. അപ്പോൾ കേരളത്തിലൊരു ഇതെല്ലാ പാർട്ടികളും, BJP ഒരു വശത്ത്, 2020 BDJS പാർട്ടികൾ, ഇത് BJPക്കും NDA എന്ന് വേണ്ട, ഇവർക്ക് UDF എന്നും വേണ്ട, LDF എന്നും വേണ്ട എന്ന് പറഞ്ഞൊരു മത്സരം നടത്താനായിട്ട് ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ അറിയാം ഇവരുടെ ജനപിന്തുണ എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഈ തരത്തിലുള്ള മത ന്യൂനപക്ഷങ്ങളുടെ പാർട്ടികളോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങളുടെയോ പിന്തുണയില്ലാതെ, അല്ല വേറെ ഒരു ഐക്യവും ഇല്ലാതെ കഴിഞ്ഞാൽ അറിയാം പലർക്കും എന്താ കയ്യിലുള്ളതെന്നുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞതിലെ NDAയുടെ കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ NDA അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ BJP ആണല്ലോ അപ്പോൾ മത്സരിക്കുക, അപ്പോൾ വിജയം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും? BJPക്കായിരിക്കും കൂടുതൽ സീറ്റ്, യാതൊരു സംശയം വേണ്ട. അതെങ്ങനെയാണ് അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് വരിക? അനുമാനത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആളുകൾ മത്സരിക്കുന്ന സഖ്യം ചേർന്നിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസ്സിന് എവിടെ ശക്തിയുള്ളത്? കോൺഗ്രസിൻ്റെ മലബാർ ഭാഗത്തെ ശക്തി മുസ്ലിം ലീഗ് അല്ലേ? കോൺഗ്രസ് അല്ലാതെ അവർക്ക് കോൺഗ്രസ് ഉണ്ടോ അവിടെ? ഇല്ല. ഇങ്ങോട്ടും തെക്കോട്ട് മാറിക്കഴിഞ്ഞാലും പല സ്ഥലത്തെ അവസ്ഥ അത് തന്നെയല്ലേ. ഇസ്ലാമിക് വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും വെച്ചുകൊണ്ടല്ലായിരുന്നു വരുന്നത്. BJPയെ സംബന്ധിച്ച് അങ്ങനെ അല്ലല്ലോ. BJPക്ക് BJPയുടേതായിട്ടുള്ള ഒരു ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ട്, വോട്ടേഴ്സ് ഉണ്ട്, BJPയെ അംഗീകരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ ഓൾ ഇന്ത്യ രീതിയിൽ ഇപ്പോഴത്തെ ചിലപ്പോൾ പ്രായോഗികമായിന്ന് വരില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ ആരെങ്കിലും തയ്യാറാവട്ടെ, വരുന്ന ലോക്സഭ ഇലക്ഷനെങ്കിലും.
ഇത്തവണ ഈ പറയുന്ന ആരൊക്കെ ആരുടെയൊക്കെ കൂടെയാണ് എന്നുള്ളത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ആ സാഹചര്യത്തിലാണ് സാറ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ തനിച്ച് മത്സരിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ശരിപക്ഷം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞു പരത്തുന്നത് ഇടതുപക്ഷം ശരിപക്ഷം എന്നാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം വോട്ടുകൾ പാർട്ടി വോട്ടുകളാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് NDA അല്ലെങ്കിൽ BJP മത്സരിച്ചാൽ BJPക്ക് വിജയം ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇടതുപക്ഷം ശരിപക്ഷം എന്നൊക്കെ അവർ മാത്രം പറയുന്നതല്ലേ, വേറെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അവരുടെ തന്നെ ആൾക്കാർ ഒറ്റയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ലല്ലോ, അവർ ചിരിക്കുകയുള്ളൂ. എനിക്ക് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനൊക്കെ അവരോട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്, വ്യക്തിപരമായിട്ട്, പേഴ്സണലായിട്ട്. അപ്പോൾ ആ സമയത്ത് ശരിപക്ഷമൊന്നും അവർ സമ്മതിക്കുകയൊന്നുമില്ല. അതങ്ങനെ ഒരു പക്ഷേ പ്രാസത്തിന് ഒപ്പിച്ചുണ്ടാക്കിയതാണ്. ഒരു കാലത്ത് അവർ പറഞ്ഞത് ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന് പറഞ്ഞു, 10 കൊല്ലം മുമ്പ് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന്. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഹാർട്ട് ഇരിക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, അതൊരു പ്രാസം വെച്ചിട്ടുള്ള ഒരു ഗിമ്മിക്കാണ്. ഇപ്പോൾ ഇത് ശരിപക്ഷമെന്നും പറയാം. ഇതാരാ നിശ്ചയിക്കണം? ഞാൻ ഏറ്റവും മഹാനാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതേം കൂടി അംഗീകരിക്കണ്ടേ? ഞാൻ ഏറ്റവും വിനയമുള്ള ആളാണ്, ഏറ്റവും മഹാനാണ്, വിവരമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, എന്നെ പോലത്തെ ഒരു മനുഷ്യൻ ഈ കൊച്ചിയിൽ തപ്പിയെടുത്താക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? പ്രജിത്തെ അംഗീകരിച്ചാലേ അതിന് കാര്യമുള്ളൂ. അപ്പോൾ അവർ പറയുന്നു സ്വയം, അവർക്കിങ്ങനെ ഓരോ ഇലക്ഷൻ കാലത്ത് അവർ ഇതേപോലത്തെ ഓരോ സാധനങ്ങൾ കോയിൻ ചെയ്തെടുക്കും. ഹൃദയപക്ഷം എന്ന് പറയും, ശരിപക്ഷം എന്ന്, അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുക. ഒന്നാമത് ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള വേർതിരിവ് തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിന് യാതൊരു പ്രാധാന്യമില്ല.